അത്ഭുതങ്ങൾ വിതച്ച 5 ദിവസങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നിയിട്ടില്ലേ? അത്തരമൊരവസ്ഥയിൽ നിന്ന് ഒരാൾ എങ്ങനെ തന്റെ ജീവിതം തിരിച്ചുപിടിച്ചു എന്ന സത്യസന്ധമായ കഥയാണിത്. ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രപഞ്ചം, യൂണിവേഴ്സ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന്. പ്രതിസന്ധിയുടെ കാലം. ഇതൊരു രാഹുൽ എന്ന യുവാവിന്റെ കഥയാണ്. കൊച്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള രാഹുലിന് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു: ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ IT പ്രൊഫഷണൽ ആവുക. എന്നാൽ തുടർച്ചയായ പരാജയങ്ങൾ അവനെ തളർത്തി. 10ഓളം ഇന്റർവ്യൂകളിൽ അവൻ അവസാന റൗണ്ടിൽ പുറത്തായി. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവനെ മാനസികമായി തകർത്തു. അവൻ ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട് മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ പഴയൊരു സുഹൃത്ത് വിഷ്ണു അവനെ വിളിക്കുന്നത്. വിഷ്ണു ഒരു മാനിഫെസ്റ്റേഷൻ കോച്ചായിരുന്നു. രാഹുലിന്റെ അവസ്ഥ കേട്ട വിഷ്ണു അവനോട് പറഞ്ഞു: രാഹുൽ, നിന്റെ കഴിവിനല്ല പ്രശ്നം, നിന്റെ ചിന്താഗതിക്കാണ്. നീ തോൽക്കും എന്ന ഭയത്തോടെയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം നിനക്ക് തോൽവികൾ തരുന്നു. നമുക്കിതൊന്ന് മാറ്റിപ്പിടിച്ചാലോ? 555 പരീക്ഷണം. വിഷ്ണു അവന് 555 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പരിചയപ്പെടുത്തിക്കൊടുത്തു. രാഹുൽ ആദ്യം ചിരിച്ചു. വെറും 55 തവണ എഴുതിയാൽ ജോലി കിട്ടുമോ എന്നവൻ ചോദിച്ചു. വിഷ്ണു മറുപടി നൽകി: നീ എഴുതുന്നത് വെറും വാക്കുകളല്ല, നിന്റെ ഉപബോധ മനസ്സിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നീ അത് നേടിയെടുത്തു എന്ന് നിന്റെ മനസ്സ് വിശ്വസിച്ചാൽ ലോകം അത് നിനക്കായി ഒരുക്കിത്തരും. വിഷ്ണു അവനൊരു അഫർമേഷൻ നൽകി: എനിക്ക് ഏറ്റവും അനുയോജ്യമായ ജോലി ലഭിച്ചതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവനാണ്. 5 ദിവസത്തെ യാത്ര. 1-ാം ദിവസം. രാഹുൽ ഒരു പുതിയ ഡയറി വാങ്ങി. ആദ്യത്തെ 55 തവണ എഴുതുമ്പോൾ അവന്റെ ഉള്ളിൽ പരിഹാസമായിരുന്നു. ഇതുകൊണ്ട് എന്തു നടക്കാൻ എന്ന ചിന്ത. എങ്കിലും അവൻ എഴുതി പൂർത്തിയാക്കി. 2-ാം ദിവസം. എഴുതുന്നതിനിടയിൽ അവൻ അറിയാതെ ആ ജോലി കിട്ടുന്നതായി സങ്കൽപ്പിച്ചു തുടങ്ങി. ഇന്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുന്ന രംഗം അവൻ മനസ്സിൽ കണ്ടു. ഒരു ചെറിയ സന്തോഷം അവനിൽ ഉടലെടുത്തു. 3-ാം ദിവസം. വിസ്മയിപ്പിക്കുന്ന ഒന്ന് സംഭവിച്ചു. കഴിഞ്ഞ മാസം അവൻ അപേക്ഷിച്ച മറുപടി ഒന്നും ലഭിക്കില്ലെന്ന് കരുതിയ ഒരു വലിയ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ കോൾ വന്നു. കൃത്യം 5-ാം ദിവസം വരാൻ അവർ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ കൈകൾ വിറച്ചു. അവൻ ആവേശത്തോടെ 55 തവണ എഴുതി. 4-ാം ദിവസം. രാഹുൽ വളരെ പോസിറ്റീവായിരുന്നു. അവൻ ഇന്റർവ്യൂവിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എഴുതുമ്പോൾ അവൻ അക്ഷരങ്ങളിലൂടെ തന്റെ ലക്ഷ്യം കാണുകയായിരുന്നു. അവന്റെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാറി. പകരം ഒരു ഉറച്ച വിശ്വാസം വന്നു. 5-ാം ദിവസം. അവസാന ദിവസം. രാഹുൽ രാവിലെ തന്നെ ആ 55 തവണ എഴുതി പൂർത്തിയാക്കി. അവൻ ആ ഡയറി അടച്ചുവെച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. അന്നുച്ചയ്ക്കായിരുന്നു ഇന്റർവ്യൂ. ആ അത്ഭുതം! ഇന്റർവ്യൂ ഹാളിൽ ഇരിക്കുമ്പോൾ രാഹുലിന് ഒട്ടും പേടി തോന്നിയില്ല. കാരണം ആ ജോലി തനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്റർവ്യൂ പാനലിലെ ചോദ്യങ്ങൾക്ക് അവൻ വളരെ കൃത്യമായും ആത്മവിശ്വാസത്തോടെയും മറുപടി നൽകി. ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങാൻ നേരത്ത് മാനേജർ അവനെ തിരികെ വിളിച്ചു പറഞ്ഞു: രാഹുൽ, നിന്റെ ഈ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു. രാഹുലിനു വിശ്വസിക്കാനായില്ല. കൃത്യം 5-ാം ദിവസം 5 ദിവസത്തെ പ്രാർത്ഥനയ്ക്കും പ്രയത്നത്തിനും ഫലം ലഭിച്ചു. അവന്റെ ജീവിതം മാറിമറിഞ്ഞു. ഈ കഥയിൽ രാഹുലിനെ സഹായിച്ചത് വെറും പേനയും പേപ്പറും മാത്രമല്ല, അവന്റെ വിശ്വാസമാണ്. 555 മെത്തേഡ് എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശീലനമാണ്. രാഹുലിന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി തുടങ്ങൂ. പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ടെക്നിക്കാണ് 555 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. 5 ദിവസത്തിനുള്ളിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെറും 5 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുള്ളായ 555 മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് 555 മെത്തേഡ്? ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു ആഗ്രഹം 5 ദിവസം തുടർച്ചയായി ദിവസവും 55 തവണ വീതം എഴുതുന്ന രീതിയാണിത്. 5 എന്ന സംഖ്യ മാറ്റത്തിന്റെ, ചേഞ്ചിന്റെ പ്രതീകമാണ്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. ഇതെങ്ങനെ ചെയ്യണം? സ്റ്റെപ്പ് 1: കൃത്യമായൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കുക. പല കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 2: അതൊരു പോസിറ്റീവ് വാചകമാക്കുക, അഫർമേഷൻ ആക്കുക. ഉദാഹരണത്തിന്, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നതിന് പകരം
എനിക്കിഷ്ടപ്പെട്ട ജോലി ലഭിച്ചതിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് വർത്തമാനകാലത്തിൽ വേണം എഴുതാൻ. സ്റ്റെപ്പ് 3, എഴുതാൻ തുടങ്ങാം. ഒരു ഡയറിയും പേനയും എടുക്കുക. തുടർച്ചയായി 5 ദിവസവും 55 തവണ ഈ വാചകം എഴുതുക. എഴുതുമ്പോൾ ആ കാര്യം നടന്നു കഴിഞ്ഞാലുള്ള സന്തോഷം മനസ്സിൽ അനുഭവിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. 5 ദിവസം പൂർത്തിയാക്കണം. ഏറ്റവും നല്ല സമയം രാവിലെ ഉണരുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപോ ആണ്. സംശയത്തോടെ ചെയ്യരുത്, പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ചെയ്യുക. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇന്ന് തന്നെ ഇത് പരീക്ഷിച്ചു നോക്കൂ. മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ മാനിഫെസ്റ്റേഷൻ ടിപ്സിനായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്കിപ്പ് ചെയ്തു പോകരുത്, ഇതുകൂടി കേൾക്കൂ. ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുക്കുകയാണ്. 10,000 തികയുമ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളക്കെ. യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇംപ്രഷൻ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചാനലിൽ ഇടയ്ക്കൊന്ന് കയറി നോക്കുക. നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വീഡിയോകൾ കാണുക. ചാനലിൽ നിന്ന് വരുമാനമൊന്നും കിട്ടുന്നില്ല. വീഡിയോകൾ ചെയ്യാൻ ഇപ്പോൾ AI ഉപയോഗിക്കാനും പാടാണ്. എല്ലാത്തിനും ഇപ്പോൾ പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് വീഡിയോകൾ കുറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എന്നെ പോസിറ്റീവാക്കി നിർത്തുന്നതും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും. എല്ലാവരും ലോങ് വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.